ഒരിക്കലും ഞാനില്ല എന്ന്. പക്ഷെ ഇത് കഴിഞ്ഞ് ഗൂഗിൾ എന്ന ചതിയൻ, ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ, നമ്മുടെ കീബോർഡിലെ അക്ഷരങ്ങൾ അത് ഇനിയും വരും സുഹൃത്തുക്കളെ. നമ്മളെ മാറുന്നുള്ളൂ, നമ്മുടെ കീബോർഡ് മാറുന്നില്ല. നമ്മളെ മാറുന്നുള്ളൂ, നമ്മുടെ സെർച്ച് എഞ്ചിൻ മാറുന്നില്ല. നമ്മളെ മാറുന്നുള്ളൂ, നമ്മുടെ ക്യാമ്പസ് മാറുന്നില്ല. അത് പ്രത്യേകം ഓർക്കുക. ആവർത്തിച്ചു വന്ന മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്, സ്വവർഗഭോഗവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. എന്തിലെന്നറിയോ? തുറന്നു ചോദിക്കുകയാണ്. ഇവിടെ എൻ്റെ സുഹൃത്ത് MSMന്റെ രംഗത്ത് ഇത്തരം സദസ്സുകൾ ഏറെ കൈകാര്യം ചെയ്ത സാബിർ നവാസ്, അദ്ദേഹം ചിലതൊക്കെ വായിച്ചു. ചിലതൊക്കെ ഞങ്ങൾ തമ്മിൽ വായിക്കണോ വേണ്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് അദ്ദേഹം എല്ലാം അടിയിലേക്ക് എടുത്തുവച്ചു. അത്ര തുറന്ന എഴുത്തുകളാണ് നടന്നിട്ടുള്ളത്. ഈ പ്രോഫ് കോണിനെ നെഞ്ചേറ്റിയവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സുഹൃത്തുക്കളെ, സ്വവർഗഭോഗം എന്നത് ഒരു ജനപദത്തെ റബ്ബ് ഇല്ലാതെയാക്കാൻ കാരണമായ മഹാതിന്മയാണ്. നിങ്ങൾ പഠിച്ചോളി. എന്താ? മഹാരഥനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനപദത്തെ അള്ളാഹ് ശിക്ഷിച്ചത് എങ്ങനെയാ? കൃത്യം ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിന്റെ കാഴ്ച ശക്തിയെ റബ്ബെടുത്തു, അവരെ അന്ധന്മാരാക്കി മാറ്റി. അന്ധന്മാരായ ജനസമൂഹത്തിന്റെ തലയിൽ ചൂടുവെച്ച ഇഷ്ടിക കഷ്ണങ്ങൾ വർഷിച്ചു. ഒരു മച്ചിങ്ങ വീണാൽ, ഒരു പാനിന്റെ ടോപ്പ് വന്നിട്ട് നമ്മളെ നെറ്റിയിൽ തലയിൽ വീണാനുള്ള വേദന എത്രയാണ്? പക്ഷേ ചൂടുവെച്ച ഇഷ്ടിക കഷ്ണങ്ങൾ അവരുടെ തലച്ചോറിൽ വന്നു പതിച്ചു. തലച്ചോറിൽ വന്നു പതിച്ച ആ ഇഷ്ടിക കഷ്ണങ്ങൾ അവരുടെ തലച്ചോറിനെ പിളർത്തി. അന്ധന്മാരായ ഒരു സമൂഹത്തെ ഒരു പ്രഭാതത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചിറക് കൊണ്ട് കോരിയിട്ട് ഉമ്മ അപ്പം മറിച്ചിടണം മനോഭാവത്തോടു കൂടെ മലർത്തിയടിച്ചു. ചാവ് തടാകമെന്ന തടാകം ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഒരു ജനത ചെയ്ത അധർമ്മങ്ങളുടെയും ഒരു ജനത ചെയ്ത ഏറ്റവും തെറ്റായ പ്രകൃതി വിരുദ്ധ പ്രവണതകളുടെയും പ്രതീകമായി മനുഷ്യ ചരിത്രത്തിന് മുഴുവൻ ചൂണ്ടുപലകയായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ സുഹൃത്തിന്റെ കൂടെയുള്ള കടത്തം ഒഴിവാക്കുക. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ നൽകി? ഒരു പുതപ്പിൽ ഉറങ്ങരുത്, അല്ലേ? ഒരു പുതപ്പിൽ രണ്ടുപേരും നഗ്നരായി ഉറങ്ങരുത് എന്നാണ് അതിന്റെ വിശദാംശം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ സൂക്ഷ്മതലത്തിൽ ഒരു പുതപ്പിന്റെ ഉള്ളിൽ രണ്ടുപേരൊന്നിച്ചുറങ്ങരുത്. സാഹചര്യങ്ങളെ പൂർണ്ണമായി നമ്മൾ ഇല്ലാതാക്കിയേ പറ്റുള്ളൂ. മാത്രല്ല, വ്യഭിചാരമാണെങ്കിൽ വ്യഭിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ചില നോട്ടങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ വിവാഹിതനാണോ? ആണെങ്കിൽ അതിനൊരു പ്രത്യേകതരം ശിക്ഷയാണ്. ഇവൻ വിവാഹിതനല്ല, അവിവാഹിതനാണ് എങ്കിൽ അവന് പ്രത്യേകതരം ശിക്ഷയാണ്. എന്നാൽ സ്വവർഗഭോഗം ചെയ്ത സ്വവർഗഭോഗിയായ മനുഷ്യനെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് എന്താ? ഉഖ്തുലുൽ ഫാഇല വൽ മഫ്ഊൽ, ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും കൊന്നുകളയണം എന്നാണ്. ആരാണോ ചെയ്യാൻ വേണ്ടി നിന്നുകൊടുത്തത് അവനെയും ചെയ്തവനെയും കൊന്നുകളയണം എന്ന് ഇസ്ലാം പഠിപ്പിച്ച തിന്മ, ഒരു ജനതയെ മണ്ണിട്ട് മൂടിയ തിന്മ, ഒരു ജനതയുടെ കാഴ്ച ശക്തിയെ റാഞ്ചിയെടുത്ത തിന്മ, ഒരു ജനതയുടെ മേൽ ഈ ചൂടുവെച്ച ഇഷ്ടിക കഷ്ണങ്ങൾ മഴയായി പെയ്തിറങ്ങിയ തിന്മ, അതിൽ നിന്ന് ഇനിയും നമ്മുടെ മനസ്സ് പോരുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ശൈത്താൻ നമ്മൾ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ജീവിതത്തിൽ നിരന്തരമാക്കുക തന്നെയാണ് അതിന്റെ പരിഹാരമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പ്രത്യേകം ഉണർത്താൻ, ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരു മീശ മുളക്കാത്ത ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോഴുള്ള വൈകാരിക സ്പർശനങ്ങളും നോട്ടങ്ങളും ഒക്കെ ഒരു സ്ത്രീയെ നോക്കുന്നതിന്റെ അതേ വിധിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ഓർക്കുക. എല്ലായിടത്തും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. സ്വർഗം കിട്ടാൻ കുറച്ച് പണിയാണ്. കാരണം ബിലാലും അമ്മാറും യാസറും ഒക്കെ പോയ അതേ വാതിലിലൂടെ കടക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് സഹിക്കാം, നമുക്ക് ത്യജിക്കാം. അള്ളാഹുവിന്റെ ഉന്നതമായ അള്ളാഹുവിനെ കാണാൻ, മുത്തു റസൂലുള്ളാഹിയെ സ്പർശിക്കാൻ, ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ കൂടെയിരിക്കാൻ, സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിലൂടെ നമുക്ക് കുതിച്ചു പോയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം സോഷ്യൽ നെറ്റ്വർക്കുകളെ സംബന്ധിച്ചാണ്. സോഷ്യൽ നെറ്റ്വർക്കുകൾ ലോകത്ത് മാറ്റത്തിന്റെയും വിപ്ലവത്തിന്റെയും ഭരണ അട്ടിമറിയുടെയും ഒക്കെ പ്രതീകങ്ങളായി വലിയ വായിൽ വാഴ്ത്തപ്പെടുകയാണ്. ഈ രംഗത്തുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളെ പറ്റി, പുതിയ സോഫ്റ്റ്വെയറുകളെ പറ്റിയുള്ള ചർച്ചയാണ്. വാട്സപ്പ് പോയി ടെലിഗ്രാം വരുന്നത്, ഫേസ്ബുക്കിൽ നിന്ന് ട്വിറ്ററിലേക്ക് മാറുന്നത്, അത് പിന്നീട് ടെൻസഗ്രാമിലേക്ക് പോകുന്നത്, ഇങ്ങനെ തുടങ്ങി ചർച്ചകൾ വല്ലാതെ നടക്കുകയാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ ഈ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ്, സെമിനാറുകളാണ്, വലിയ വായിലുള്ള സംസാരങ്ങളാണ്, അതിനുവേണ്ടിയുള്ള ഫീച്ചറുകളാണ്. ആത്മാർത്ഥമായി, ഏറ്റവും ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കുക. ഈ പറയുന്ന തേങ്ങാ കൊലകളാണോ ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക് നടക്കുന്നത്? നാട്ടിലുള്ള അട്ടിമറിക്കെതിരെ, അഴിമതിക്കെതിരെ കുറ്റിച്ചൂല് പിടിക്കാൻ വേണ്ടിയിട്ടാണോ സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്? അതിനുവേണ്ടിയാണോ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്? അതിനുവേണ്ടിയാണോ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഈ വൃത്തികേടുകളുടെ കൂടെ കിടക്കുന്നത്?
അതിനുവേണ്ടിയാണോ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മാന്യത നഷ്ടപ്പെടുത്തുന്നത്? വ്യാജമായി പെൺകുട്ടികൾ ആൺകുട്ടികളുടെ അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. ആൺകുട്ടികൾ പെൺകുട്ടികളെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അൺനോണായി ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതെവിടെയാണ് നടക്കുന്നത്? സ്വന്തം കുടുംബത്തിലാണ് നടക്കുന്നത്, സ്വന്തം ക്യാമ്പസിലാണ് നടക്കുന്നത്. സമൂഹത്തിൽ നല്ല വേഷം ധരിച്ച് വില കൂടിയ ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന നമ്മൾ നമ്മുടെ മാന്യതയുടെ പുറന്തോട് തകർത്തെറിയുന്ന രൂപത്തിലുള്ള വൃത്തികേടുകളിലേക്ക് പോവുകയാണ്. സഹോദരങ്ങളെ, ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു നെറ്റ് ഫോണിൽ നിന്ന് ആളറിയാത്തതിലേക്ക് വിളിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരും. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് മണിക്കൂറുകളോളം മൊബൈൽ ഫോണിനെ പറ്റിയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ മധുരസ്വരം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കും. ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു അസൈൻമെന്റിന്റെയോ സെമിനാറിന്റെയോ പേരിൽ പെൺകുട്ടികളുമായി മണിക്കൂറുകളോളം നമുക്ക് സല്ലപിക്കാൻ നമുക്ക് നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് കണ്ണു തന്നത്, അള്ളാഹു നമുക്ക് സംസാരശേഷി തന്നത്, അള്ളാഹു നമുക്ക് കേൾക്കാനുള്ള കഴിവ് തന്നത് വൃത്തികേടുകൾക്ക് വേണ്ടിയല്ല. കാണണ്ട ഇനി മുതൽ എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ, കേൾക്കണ്ട എന്നല്ല തീരുമാനിച്ചാൽ, കിടക്കട്ടെ ഒരു മൂലയിൽ അനങ്ങാതെ എന്നല്ല തീരുമാനിച്ചാൽ നമ്മുടെ ഏത് സാമർത്ഥ്യം കൊണ്ട് സഹോദരങ്ങളെ ജീവിക്കാൻ കഴിയും? ഖുർആനിന്റെ വാക്യം ഓർക്കുക, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ദാലിക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിക്കുന്ന കാര്യങ്ങളും അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അവിടെ തിന്മ വന്നാൽ റബ്ബ് നാളെ ചോദിക്കും, വിടുകയില്ല എന്നുള്ള ഖുർആനിന്റെ താക്കീത് മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത്? മറ്റുള്ളവർ അറിയാതെ അവരുടെ ജീവിതം ഒപ്പിയെടുത്ത് ഏറ്റവും വില കൂടിയ വിലക്ക് അത് ഓൺലൈൻ മാർക്കറ്റിൽ വിൽക്കുന്ന ഏറ്റവും വലിയ ക്യാമന്മാരായി മാറാൻ നമുക്കാരാ അധികാരം തന്നത്? ഏറ്റവും മാന്യമായി നടക്കുന്ന സംവിധാനങ്ങളിലേക്ക്, സൈറ്റുകളിലേക്ക് കയറി ഹാക്കിംഗ് നടത്തി ഞാൻ ഹാക്കിങ്ങിൽ ക്യാമനാണെന്ന് പറയാൻ എന്തു ധാർമ്മികതയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പാടില്ല. മരിക്കേണ്ടവരാണെങ്കിൽ, നമ്മൾ മരിച്ച് തിരിച്ചു പോകേണ്ടവരാണെങ്കിൽ, നരകമെന്ന് പറയുന്ന വേദന നമ്മൾ ഭയപ്പാടോടെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും ഇത്തരം തിന്മകൾ ഇനി ആവർത്തിക്കുകയില്ല എന്നുള്ള റബ്ബിനെ മുന്നിൽ സത്യം ചെയ്തുകൊണ്ടുള്ള തീരുമാനമാകട്ടെ ഈ സെഷനിൽ കടന്നു വരേണ്ടത് എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി എന്റെ സുഹൃത്തുക്കളെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മദ്യപാനം ഹറാമാണ്, എന്നാൽ ബിയർ കുടിക്കുന്നത് ശരീരം പുഷ്ടിപ്പെടുത്തലാണ്, അത് കുടിച്ചാൽ ലഹരി ഉണ്ടാവില്ല എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നു. എന്നാൽ എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: തേന് അമിതമായാൽ ലഹരി ഉണ്ടാകും, അതുകൊണ്ട് തേൻ ലഹരിയാണോ? ഞാൻ എന്തു പറയും? ഹാരിസ് ബിൻ സലീം വിശദീകരണം നൽകുന്നു. ഈ ചോദ്യങ്ങളിലൊക്കെയുള്ള ഒരു പൊതു സ്വഭാവം നമ്മുടെ ഈ ചർച്ചയുടെ കഴിഞ്ഞ സമയത്ത് ഇവിടെ വായിച്ച ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ ദർശിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ഏതൊരു തെറ്റിവിടെ പറയുമ്പോഴും ആ തെറ്റിൽ ഭാഗവാക്കായ ആളുകൾ ഉണ്ടാവാം ഇവിടെ. അത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ബന്ധപ്പെടാത്തവരും ഇവിടെ ഉണ്ടാവും. എന്നാൽ ഒരു പരിധിവരെ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, തെറ്റുകളിൽ അകപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോഴൊക്കെ ഒരു ന്യായീകരണം അതിലുണ്ട്. അത് ഈ മദ്യപാനത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടു. എന്താ വെച്ചാൽ മദ്യം നിഷിദ്ധമാണെങ്കിലും നമ്മൾ നബീദ് എന്ന് പറയും അറബി ഭാഷയിൽ. അതായത് ബിയർ കുടിക്കുന്നത് എന്താണ് തെറ്റ്? അത് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ തേന് കുറച്ചധികം കുടിച്ചാലും ലഹരി ഉണ്ടാകുമല്ലോ, അപ്പം അത് നിഷിദ്ധമാണോ എന്നാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ലളിതമായ വഴികളിലൂടെയാണ് ഏതു തിന്മയിലേക്കും ഒരാൾ കിടക്കുന്നത്. ആരെങ്കിലും കഞ്ചാവ് വലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പുകവലിയിൽ നിന്നാണ് അവൻ ആരംഭിച്ചത്. ഒരിക്കലും നേരിട്ട് ചെയ്താൽ പുകവലിക്കാൻ കഴിയുന്ന ഒരുത്തനെ അത് വലിച്ചു നോക്കാൻ പറ്റുള്ളൂ. എന്തു കാര്യത്തിലും അങ്ങനെയാണ്. അതുകൊണ്ട് ലളിതമായൊരു തുടക്കത്തിന് തെറ്റല്ല, നമ്മൾ കൂട്ടുകാരല്ലേ, ഒരു ദിവസമല്ലേ, ഇതത്ര അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു തിന്മയിലേക്ക് നമ്മളെ പെട്ടെന്ന് കൂട്ടുന്നത്. അതുകൊണ്ട് അത് നിഷിദ്ധമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ഉണ്ട്. അന്ന് തേനിൽ നിന്നുണ്ടാക്കുന്ന ഒരു വീഞ്ഞുണ്ട്, അത് കുടിക്കാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് ചോദിച്ച സമയത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയുള്ളതെല്ലാം നിഷിദ്ധമാണ് എന്ന ഹദീസ് പറഞ്ഞ ഒരു സന്ദർഭം അതാണ്. മാത്രമല്ല ഇമാം ബുഖാരിന്റെ ഹദീസ് നമുക്ക് കാണാൻ പറ്റും, കുല്ലു ഷറാബിൻ അസ്കർ ഫഹുവ ഹറാം, ലഹരിയുള്ള എല്ലാ വസ്തുക്കളും നിഷിദ്ധമാണെന്നാണ്. അപ്പൊ ലഹരി ഉണ്ടാക്കാവുന്ന ഏതും നിഷിദ്ധത്തിന്റെ പരിധിയിലും ഹറാമിന്റെ പരിധിയിലുമാണ് വരിക. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ വിധി പറയൽ മാത്രമല്ല, അതിനോട് നമുക്കുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാട് കൂടെ ഞാൻ പറയാം. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ക്യാമ്പസിൽ ധാരാളം കുട്ടികൾ, അത്തരം കുട്ടികളുണ്ട്.
അവരെ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെൽപ്പ് അത് പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ അധിക സമയം ഉപയോഗപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ തലങ്ങളിലും ഇപ്പൊ അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, എല്ലാ തലത്തിലുമുണ്ട് മദ്യപാനികളായ ആളുകൾ. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകളും ഇന്ന് രക്ഷപ്പെട്ട ആളുകളല്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, മദ്യത്തിന് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു സുഹൃത്തുക്കളെ, ഒരു സംശയക്കാരൻ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്രയും അർത്ഥവത്താണ്. ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവ് എന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞത്, മദ്യപിക്കുന്ന ഒരാൾ എല്ലാ തെറ്റും അയാൾ ചെയ്യും. ഞങ്ങൾ ഡി അഡിക്ഷൻ സെന്ററുകളിലും ക്യാമ്പുകളിലും വരുന്ന ആളുകളെ പരിശോധിക്കുമ്പോൾ എല്ലാ തെറ്റും അയാൾ വ്യഭിചരിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരിക്കും, മോഷണം നടത്തിയിട്ടുണ്ടായിരിക്കും, പല കയ്യേറ്റങ്ങളിലും കൊലപാതകങ്ങളിലും പങ്കുവഹിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാ തിന്മകളിലേക്കും മനുഷ്യനെ നയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മദ്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ചെറിയ തുടക്കങ്ങളിലൂടെ ചെറിയൊരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതുപോലെ നിഷിദ്ധമല്ല എന്നുള്ള പേരിൽ പറഞ്ഞുകൊണ്ട് കുടിക്കുന്നത്, അതിൽ ലഹരിയുടെ ഒരു സുഖം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളതിലേക്ക് തിരിച്ചു പോകാനും അതിന് എന്തെങ്കിലും നിലക്ക് നമ്മൾ അതിനെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. സ്വന്തം ഭാര്യയോട് ഒരു മാന്യത പുലർത്താൻ പറ്റൂല, സ്വന്തം മാതാപിതാക്കളോട് ഒരു മാന്യത പുലർത്താൻ പറ്റൂല, സ്വന്തം മക്കളോട് എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കാനോ അവരൊരു നന്മയിലേക്ക് നയിക്കാനോ നമുക്ക് പറ്റില്ല. സമൂഹത്തിൽ നമ്മുടെ മൊത്തം അഭിമാനം അതോടുകൂടെ നഷ്ടപ്പെട്ടു പോകും. മുതുമിനുൽ ഖംർ, മദ്യം ഉപയോഗിച്ചുകൊണ്ട് പരലോകത്ത് ചെല്ലുന്ന ഒരാൾക്ക് സ്വർഗപ്രവേശനവും സാധ്യമല്ല. അതുകൊണ്ട് ക്യാമ്പസിന്റെ അന്തരീക്ഷം, പല ക്യാമ്പസുകളിലും മദ്യപാനം ശീലിക്കുവാനുള്ള നല്ല സൗകര്യങ്ങൾ നമുക്കുണ്ട്. ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും അത്തരം ആളുകളുടെ റൂമിലോ അത്തരം ആളുകളോട് കൂടെയുള്ള സദ്യകളിലോ ടൂറുകളിലോ അത്തരം ആളുകളുമായി കൂട്ടുകൂടാനുള്ള എല്ലാ അവസരങ്ങളെയും നിങ്ങൾ നിരാകരിക്കണം. നിങ്ങൾക്ക് എത്ര നിങ്ങളെ നിയന്ത്രിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലും എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും മദ്യപാനം ശീലമാക്കിയ ഒരു സുഹൃത്തിനോട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഫ്രണ്ട്ഷിപ്പിനോ ഒരു യാത്രക്കോ ഒരു റൂമിൽ ഒന്നിച്ച് താമസിക്കാനോ ഒരിക്കലും നിങ്ങൾ തയ്യാറാവരുത്. ഏതെങ്കിലും അർത്ഥത്തിൽ അത്തരം വല്ല ലഹരികൾക്കും വിധേയമായ ആളുകൾ ഉണ്ടെങ്കിൽ സ്വയം ഒഴിവാകാൻ പറ്റില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിലൂടെയോ അത്തരം ഉപദേശങ്ങൾ തേടിയിട്ടോ നമ്മളെ ഇന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി തീരുമാനിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തിന്മകളും നമുക്ക് മാറി നിൽക്കാൻ ചില പൊതു നിർദ്ദേശങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട്. അത് ലഹരിയിൽ നിന്ന് നമുക്ക് മോചിതമാകാൻ പറ്റും. എവിടെയെങ്കിലുമൊക്കെ വെച്ച് മദ്യപിച്ച് പോകുന്ന ഒരാൾ ബൈക്കിൽ ആക്സിഡന്റ് ആയിട്ടോ റോഡ് മുറിച്ച് കിടക്കുമ്പോഴോ എങ്ങനെയെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ സഹോദരങ്ങളെ, ആ ലഹരിയോട് കൂടെ ആയിരിക്കും റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കുക. എന്തായിരിക്കും നമ്മുടെ ഖബറും നമ്മുടെ പരലോകവും എന്ന് നമ്മൾ ചിന്തിക്കുക. തിന്മകൾക്ക് മദ്യപാനം കൂട്ടുകെട്ടിലൂടെയാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകെട്ട് കാര്യമായി പറയാൻ കാരണം. അത്തരം സുഹൃത്തുക്കളുമായുള്ള ബന്ധം നമ്മൾ വളരെ കാത്തു സൂക്ഷിക്കണം. ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും സദാചാരത്തോടെയും ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും നമ്മുടെ മാംസത്തെയും നമ്മുടെ രക്തത്തെയും മാറ്റി നിർത്തി നാളെ സ്വർഗത്തിന്റെ അഖിലുകാരുവാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ചോദ്യം ബഹുമാനായ CP സലീം സാഹിബിനോടാണ്. ഇന്ന് ക്യാമ്പസിൽ ഒരു മുസ്ലിമായി ജീവിക്കുക വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങൾ, ഉദാഹരണത്തിന് ക്രിസ്മസ്, ഓണം എന്നിവ ആഘോഷിക്കേണ്ട നിർബന്ധിത അവസ്ഥ കടന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് മതപരമായ കാര്യങ്ങൾ ഭയന്നുകൊണ്ട് മാറി നിൽക്കുമ്പോൾ നമ്മൾ വർഗീയവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ ഈ തീവ്രവാദ ആരോപണം ഭയന്നുകൊണ്ട് അതിൽ പങ്കുചേർന്നാൽ നമ്മൾ ഹറാമിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധി നമ്മൾ പലപ്പോഴും ക്യാമ്പസിൽ അനുഭവിക്കുന്നതാണ്. ഇത്തരം ആഘോഷങ്ങളിൽ നമ്മുടെ നിലപാടെന്താണ്? അത്തരം വിഷയങ്ങളെ ഏത് രൂപത്തിലാണ് നമ്മൾ ക്യാമ്പസിൽ കൈകാര്യം ചെയ്യേണ്ടത്? ഈ വിഷയം ബഹുമാനായ CP സലീം ഇവിടെ വിശദീകരിക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിൽ മാത്രമല്ല, ഇന്ത്യയെപ്പോലെയുള്ളൊരു മതേതര രാജ്യത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മൊത്തത്തിൽ വരുന്ന ഒരു വിഷയമാണിത്. ഇവിടെ നമ്മുടെ ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട ഒരു നീതി നാം ആദ്യമായി നമ്മുടെ മനസ്സിൽ സ്ഥാനം കൊടുത്താൽ ഈ വിഷയത്തിന്റെ മറ്റ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ആ സാക്ഷ്യവചനം നമ്മെ ഇസ്ലാമാക്കുന്ന, നമ്മെ മുസ്ലിമാക്കുന്ന സാക്ഷ്യവചനത്തോട് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് പാടില്ല.
അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എങ്ങനെ നാം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വ്യതിരിക്തമായി മാത്രമേ ഒരു മുസ്ലിമിന് നിൽക്കാൻ കഴിയൂ. ബോധപൂർവം കൃത്രിമമായ വ്യതിരിക്തതകൾ നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ഒരു കാരണവശാലും ഒരു മുസ്ലിമിന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു സാഹചര്യത്തിലും ഇടപെടാൻ പാടില്ല. നമ്മുടെ രാജ്യത്തുള്ള പല സംസാരങ്ങളിലും മനുഷ്യ സൗഹാർദ്ദവും അതേപോലെ തന്നെ മതലയനവും ഒന്നാക്കി അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു അമുസ്ലിമിന്റെ, ഒരു ഹൈന്ദവ സഹോദരന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുതുക, പൊട്ടുതൊടുക, അതേപോലെ തന്നെ ചർച്ചിൽ പോയി ആരാധന നടത്തുക, ഇങ്ങനെ മതപരമായ വിശ്വാസങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നത് സൗഹാർദ്ദമായി അവതരിപ്പിക്കപ്പെടുന്നു. ഒരിക്കലും ശരിയല്ല. അത് സൗഹാർദ്ദമല്ല, അത് ലയനമാണ്. മതലയനമല്ല നമുക്ക് വേണ്ടത്. അവരവരുടെ മതങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം പരസ്പരം സഹകരിക്കുക. നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സാമ്പത്തികമായ ഒരു പ്രയാസമുണ്ട്. അവൻ ആരോടും കൈനീട്ടേണ്ടതില്ലാത്ത തരത്തിൽ ആ സാമ്പത്തിക പ്രയാസം തീർത്തു കൊടുക്കണം. അവൻ ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിയാണെങ്കിൽ ക്രൈസ്തവനാണല്ലോ എന്ന് കരുതി നമ്മൾ സഹായിക്കാതിരിക്കരുത്. നമ്മുടെ മതപരമായ ബാധ്യതയാണ് നമ്മുടെ സഹോദരനെ സഹായിക്കൽ. റോട്ടിൽ രക്തത്തിൽ കുളിച്ചൊരാൾ കിടക്കുമ്പോൾ ആ കിടക്കുന്നത് മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല, ആ മനുഷ്യനെ രക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മതമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെയും നമ്മൾ സമീപിക്കേണ്ടത്. ഉദാഹരണമായി ക്രിസ്മസ്. നമുക്കറിയാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കി അവതരിപ്പിക്കുകയും ത്രിയേകത്വത്തിലൂടെ ദൈവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും പടച്ചവന് ഒരു പുത്രനുണ്ട് എന്ന് ഭൂമി കുലുങ്ങിപ്പോകുമാറ് അള്ളാഹുവിന് കോപമുള്ള ഒരു വാദമാണ് ക്രൈസ്തവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാര്യത്തിൽ ആ കേക്ക് മുറിക്കാൻ, ആ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ, യേശു എന്ന് അവർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനായതിൽ, ആ പുത്രൻ ജനിച്ചതിൽ, യേശു പടച്ചവന്റെ ത്രിയേകത്വത്തിൽ ഒരു ഭാഗമായതിൽ ആണ് നാം പങ്കുകൊള്ളുന്നത്. ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കാൻ സാധ്യമല്ല എന്ന് ക്രൈസ്തവർക്ക് പോലും അറിയാം. നമ്മൾ ഈ വിഷയം, നമ്മെ കേക്ക് മുറിക്കാൻ ശ്രമിക്കുന്ന, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്രൈസ്തവ സുഹൃത്തിനോട് നാം സംസാരിച്ചു എന്നിരിക്കട്ടെ. ആ സംസാരം ദഅവത്ത് രംഗത്തും നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ പറയുന്ന ഈ യേശു, ഞങ്ങൾ ഈസ എന്ന് പറയുന്ന ആ പ്രവാചകനെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ മുസ്ലിം ആകൂ. അത് നമ്മുടെ മുഖത്തേക്ക് നോക്കി എന്തായി പറയുന്നത്? അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ചാലേ, വിശ്വസിച്ചാലേ നമ്മൾ മുസ്ലിങ്ങളാകൂ. കാരണം ഈമാൻ കാര്യത്തിൽ 6 കാര്യങ്ങളിൽ ഒന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയുടെ പേര് മാത്രം. ബൈബിളിൽ പറയാത്ത പ്രത്യേകത, ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച വിഷയം ഖുർആനിലുണ്ട്. തുടങ്ങിയ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന വിജ്ഞാനങ്ങളൊക്കെ കൊടുത്തിട്ട്, പക്ഷേ ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കാൻ എനിക്ക് പാടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ ആരും ആ കാര്യത്തിലൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് വരികയില്ല. ആ കാര്യങ്ങൾ സന്ദർഭോചിതം മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള ബഹുദൈവത്വപരമായ പ്രവർത്തനങ്ങൾ. മിനിയാന്ന് ഞാനൊരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. മിനിയാന്ന് എൻ്റെ ഓഫീസിൽ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ പായസം കുടിക്കുകയില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഓഫീസിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പലരും പായസം നേർച്ചയാക്കും. ക്ഷേത്രത്തിൽ നിന്ന് സ്ഥിരമായി ഒരു ചെമ്പ് പായസം ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഹോസ്പിറ്റലിൽ എല്ലാവരും അത് കുടിക്കും. അപ്പോൾ എന്നോട് നിങ്ങൾ അത് കുടിക്കുകയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഉടൻ ചോദിച്ചു, ആയാർ മുനമ്പ് പരിചയമില്ലേ എന്ന് ചോദിച്ചു. ആയാർ മുനമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തന പരിധിയിൽപ്പെട്ട ഒരു ജാറത്തിന്റെ പേരാണ്. ആ ജാറത്തിലെ ഉത്സവത്തിനും ഓഫീസിന് എല്ലാവരും ഒന്നിച്ചാണ് പോകാറുള്ളത്. ആയാർ മുനമ്പിലെ നേർച്ച ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. അങ്ങനെയാണോ?
വലിയ മഹാനല്ലേ അവിടെ ഉള്ളത്, ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ടല്ലോ. ഞാൻ അവിടെ പോകാറില്ല. കാരണം അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്ലാമിൽ പടച്ചവനോട് മാത്രമാണ് പ്രാർത്ഥന. അതുകൊണ്ട് നേർച്ച എന്ന് പറയുന്ന ആ ആരാധന ആ ആയാർ മുനമ്പിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് പാടില്ല. അപ്പൊ അവര് ചോദിച്ചു, അല്ലെ തെക്കി ബസാറിലെ അവിടെ നിങ്ങൾ നിലവിളക്ക് കൊളുത്തൂല? കാരണം കണ്ണൂർ ടൗണിൽ ഒരു തെക്കി ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ജാറത്തിൽ എല്ലാ മഗ്‌രിബിന്റെ സമയത്തും നിലവിളക്ക് കൊളുത്താറുണ്ട്. അതും ഇല്ല. ആ കാരണത്താൽ ഈ പായസം കുടിക്കില്ല. ഓക്കെ, അവർ കൺവിൻസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം, നമ്മുടെ വീട്ടിലേക്ക് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാര് നമ്മുടെ വീട്ടിലേക്ക് സംഭാവനക്ക് വന്നു. തെറയുത്സവം നടക്കുകയാണ്. ആ തെറയുത്സവത്തിന് സംഭാവനക്കാണ് വന്നത്. നമ്മളാകെ എന്ത് ചെയ്യുന്നറിയാതെ ആകെ വെള്ളറി വെളുത്ത് കൊടുക്കാനും പറ്റില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ അവർ